ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന ഒരു ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ അടുത്ത് ഒരു ഫോൾഡറിനകത്ത് കുറേ ഫയലുകളുണ്ട്. ഓക്കെ, ഈ ഫയലുകളിലൊക്കെയുള്ള ഓരോ വർക്ക് ബുക്കിലും കയറിയിട്ട് എനിക്കൊരു സിമിലർ ചേഞ്ച്, അതായത് ചിലപ്പോൾ അത് ചേഞ്ച് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഹെഡിങ് മാറ്റലാവാം, അല്ല ഒരു കോളം റിമൂവ് ചെയ്യലാവാം, എന്തായാലും എന്തെങ്കിലും ഒരു സ്പെസിഫിക് ടാസ്ക് നമുക്ക് ഒന്ന് കൂടുതൽ വർക്ക് ബുക്കുകളിൽ ഒരു ഫോൾഡറിലുള്ളതിൽ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ സാധാരണയായിട്ട് ചെയ്തു വരിക എന്താ വെച്ചാൽ ഒരു ഫയലിൽ കയറും. ഇതിലിപ്പോൾ എനിക്ക് ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ള കോളം ഡിലീറ്റ് ചെയ്യാണ്. അത് ഞാൻ ഡിലീറ്റ് ചെയ്തു. ഇത് സേവ് ചെയ്യും. അതേമാതിരി ഇതിലുള്ള നെക്സ്റ്റ് ഫയലിൽ കയറും, കോളം എഞ്ചിനീയറിംഗ് എന്നുള്ള കോളം ഡിലീറ്റ് ചെയ്യും, സേവ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഇതിപ്പോൾ ഒരു 10-25 ഫയൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഓരോ ഫയലിൻ്റെ അകത്തും കയറിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യണം ഈ ഒരു പെർട്ടിക്കുലർ ചേഞ്ച് നടത്തിയെടുക്കാൻ. എന്താണോ നമ്മൾ ചെയ്യാൻ ഒരു ചേഞ്ച് ഉദ്ദേശിക്കുന്നത് ആ ചേഞ്ച് മൾട്ടിപ്പിൾ വർക്ക് ബുക്കിൽ കയറിയിട്ട് ചെയ്യേണ്ടത് വളരെ ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളൊരു ടാസ്ക്കാണ്. ഇങ്ങനെ ആർക്കെങ്കിലും എവിടെയെങ്കിലും ലൈഫിൽ ഒരു വർക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഇത് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ VBA ഒരു കോഡ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കാണിച്ചു തരാം. ഈ VBAൻ്റെ കോഡ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും. ഈ ബ്ലാങ്ക് എക്സലിൽ ഡെവലപ്പർ മോഡ് എടുത്തു. ഡെവലപ്പർ മോഡിൽ വിഷ്വൽ ബേസിക് പോയി. വിഷ്വൽ ബേസിക്കിൽ ഞാൻ ഇൻസേർട്ടിൽ ഒരു മൊഡ്യൂള് ഞാൻ ഇൻസേർട്ട് ചെയ്യാണ്. ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കുന്ന കോഡ് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇതിൽ ഞാൻ കോഡ് പേസ്റ്റ് ചെയ്യാണ്. ഈ കോഡ് പേസ്റ്റ് ചെയ്യുമ്പോൾ ഇതിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അത് നമ്മൾ ഈ ഫസ്റ്റ് ടാസ്ക് കഴിഞ്ഞിട്ട് ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം. ഇതിൽ ഒരു സ്പെസിഫിക് ഫോൾഡറിലുള്ള ഫയൽ ഓപ്പൺ ചെയ്തിട്ട് അതിലൊരു സ്പെസിഫിക് ചേഞ്ച് ഞാൻ എല്ലാ സ്റ്റെപ്പിനും ഇവിടെ കമൻ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതാണ് ഈ വർക്ക് ബുക്ക് ഓപ്പൺ ആക്കിയിട്ട് VBA കോഡ് വഴിച്ച് ചെയ്യുന്നത്. ജസ്റ്റ് കളർ ചേഞ്ച് ആണ്. ഫസ്റ്റ് മുതൽ Z1 വരെയുള്ള റോസിൻ്റെ കളർ ചേഞ്ച് മാത്രമാണ് ചെയ്യുന്നത്. ഈ ഒരു ഏരിയയിലാണ് എന്താണ് ആക്ടിവിറ്റി നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് എന്ന് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് ജസ്റ്റ് ചേഞ്ച് ഒന്നും ചെയ്യുന്നില്ല. ഈ സ്ക്രിപ്റ്റിൽ ഇപ്പോൾ എഴുതി വെച്ച ജസ്റ്റ് ഫസ്റ്റ് റോ കളറിങ് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അത് ഞാനൊന്ന് ചെയ്ത് കാണിക്കാം. ഓക്കെ, ഇത് ക്ലിക്ക് ചെയ്തതിന് ശേഷം റണ്ണ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ഫോൾഡർ ഏതാണ് ഫോൾഡറിലാണ് ഈ ടാസ്ക് ചെയ്യേണ്ടതെന്നുള്ളത് ചോദിക്കും. അത് ഞാൻ സ്പെസിഫിക് ഫോൾഡർ ഏത് ഫോൾഡറാണ് എടുക്കേണ്ടത് എന്നുള്ളത് ഞാൻ ചൂസ് ചെയ്തു, റണ്ണ് കൊടുത്തു. അപ്പോൾ സിസ്റ്റം എന്ത് ചെയ്യും, ആ ഫോൾഡറിൻ്റെ അകത്തുള്ള ഓരോ സ്പെസിഫിക് എക്സൽ ഓപ്പൺ ചെയ്തിട്ട് ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യും. ഈ ടാസ്ക് നോക്കിക്കേ, ഇപ്പം ഇതിൻ്റെ അകത്ത് ഞാൻ അക്കൗണ്ടിങ് എന്നുള്ള എക്സൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് കാണുന്നത് കണ്ടോ, ഇതിൻ്റെ ഹെഡിങ് ഞാനിപ്പോൾ അവിടെ കൊടുത്തിരിക്കുന്നത് ഹെഡിങ് മാറ്റൽ മാത്രമാണ്. അത് ആ ഒരു ടാസ്ക് അതിൽ കവറായി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു ഷീറ്റിന് വന്നു. ഓക്കെ, ഒരു വർക്ക് ബുക്കിന് വന്നു. നെക്സ്റ്റ് വർക്ക് ബുക്ക് തുറന്നു നോക്കി കഴിഞ്ഞാലും സെയിം ടാസ്ക് ഇവിടെയും റണ്ണായിട്ടുണ്ട്. അതായത് കളർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം ലാസ്റ്റ് സെയിൽസിലുള്ളതും പോയി നോക്കാം. നമുക്ക് ഇതിലുള്ള എല്ലാ വർക്ക് ബുക്കിലും ഈ ഒരു ചേഞ്ച് അപ്ലൈ ആയിട്ടുണ്ട്. അക്കൗണ്ടിങ് എന്നുള്ള ഫോൾഡറിൻ്റെ അകത്ത് ഞാനൊരു ജസ്റ്റ് ഒന്ന് തുറന്നു. ഇതിൽ ഡെവലപ്പർ മോഡ് ഓപ്പൺ ആക്കി ഒരു മാക്രോ റെക്കോർഡ് ചെയ്യാണ്. ഓക്കെ, ഇത് ഞാനൊരു പേര് കൊടുത്തു. എന്തെങ്കിലും ഒരു പേര് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം എനിക്ക് ഇതിൽ ചെയ്യേണ്ടത് ഡിപ്പാർട്ട്മെൻറ്റ് ഡിലീറ്റ് ആക്കണം. ഓക്കെ, ഈ ഏജിൻ്റെ അകത്ത് എനിക്ക് കംപ്ലീറ്റ് ഒരു ഹോം പോയിട്ട് ഞാൻ യെല്ലോ ഒരു കളർ ചെയ്തു. ഓക്കെ, പല ആക്ടിവിറ്റി എന്താണോ നിങ്ങൾ ചെയ്യേണ്ട ആ ആക്ടിവിറ്റി ചെയ്യുക. ആ സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് ഈ മാക്രോ റെക്കോർഡിങ് സ്റ്റോപ്പ് ചെയ്യാം. ഈ മാക്രോ റെക്കോർഡിങ് സ്റ്റോപ്പ് ചെയ്തിട്ട് ഈ വിഷ്വൽ ബേസിക് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് മൊഡ്യൂൾസിൽ പുതിയ അക്കൗണ്ടിങ് എന്നുള്ളതിൻ്റെ മൊഡ്യൂൾസിൻ്റെ അകത്ത് നമ്മൾ ചെയ്തിരിക്കുന്ന ആ VBAയുടെ സ്റ്റെപ്പ് റെക്കോർഡായിട്ടുണ്ടാവും. അതായത് എന്താണ് നമ്മൾ മാക്രോയിൽ ചെയ്തതെന്നുള്ള VBAൻ്റെ സ്ക്രിപ്റ്റ് റെക്കോർഡായിട്ടുണ്ടാവും. ഈ സ്ക്രിപ്റ്റിൻ്റെ അകത്തുനിന്ന് ഈ സബ് വേണ്ട, എൻഡ് സബും വേണ്ട, അതിൻ്റെ ബിറ്റ്വീൻ വരുന്ന ചേഞ്ചസ്, ഈ ചേഞ്ചസുകളാണ് നമ്മൾ ഈ റെസ്പെക്റ്റീവ് എക്സലിൽ ചെയ്തിരിക്കുന്നത്. ശ്രദ്ധിക്കുക, 2 എക്സൽ ഓപ്പൺ ആക്കി വെക്കുകയാണെങ്കിൽ ബുക്ക് 1 എന്ന് പറയുന്നത് നമ്മൾ ആദ്യം റൺ ചെയ്ത മാക്രോ ഉള്ള ഫയലാണ്. ഇത് ഞാൻ ഈ എന്താണ് ചേഞ്ച് ചെയ്യേണ്ടത് നോക്കാൻ വേണ്ടിയിട്ട് തുറന്ന അക്കൗണ്ടിങ് എന്ന് പറയുന്ന വർക്ക് ബുക്കിൻ്റെ അകത്തുള്ള മൊഡ്യൂൾ 1ൻ്റെ അകത്തുള്ള ഈ മാക്രോ ലൈൻസാണ് നമ്മൾ എടുക്കേണ്ടത്. ആ ലൈൻസ് ഞാൻ നേരെ കോപ്പി ചെയ്യാണ്, വേറെ ഒന്നും ചെയ്യുന്നില്ല. മൊഡ്യൂൾ 1ൽ ഇവിടെ നമുക്കറിയാലോ, ഇവിടെ ഞാൻ നേരത്തെ ചെയ്തിരിക്കുന്നത് ഈ ഒരു ചേഞ്ച് കണ്ടില്ലേ, ഈ ഒരു ഏരിയ കൊണ്ടുപോയിട്ട് സെയിം ഞാൻ അത് ഒഴിവാക്കിയിട്ട് ഈ ഏരിയയിൽ ആ കോഡ് പേസ്റ്റ് ചെയ്യാണ്. ഓക്കെ, അതായത് ഇതാണ് എനിക്കിപ്പം ഈ എക്സൽ ഓപ്പൺ ആക്കിയിട്ട് ചെയ്യേണ്ട ടാസ്ക്. അതിനുശേഷം ഞാൻ നേരത്തെ ഓപ്പൺ ആക്കി വെച്ച എക്സൽ ഒരു ചേഞ്ചസും ഇല്ലാണ്ട് ക്ലോസ് ചെയ്തു. ഓക്കെ, ഇനി സെയിം എക്സൽ വിഷ്വൽ ബേസിക് പോയി കഴിഞ്ഞിട്ട് ഇവിടുന്ന് VBA കോഡ് റൺ ചെയ്യുമ്പോൾ ഈ ഒരു പാർട്ട് കണ്ടോ, ചേഞ്ച് ഇതിപ്പോൾ ഞാൻ ഓൾറെഡി നേരത്തെ തന്നതാണ് ബ്ലൂ ആക്കാനുള്ളത്. അത് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് വെച്ചാൽ അത് കമൻറ്റ് ചെയ്തിട്ട് കമൻറ്റ് ആക്കി വെക്കാം.
ഈ റെസ്പെക്റ്റീവ് ചേഞ്ചസ് ആണ് ഇപ്പോൾ ഈ വർക്ക് ബുക്കിൽ നമ്മൾ ഓപ്പൺ ചെയ്ത ഫോൾഡറുകളിൽ നടക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് കോഡ് ഒന്നുകൂടെ റൺ ചെയ്യുന്ന സമയത്ത് ഈ ഫോൾഡർ നേരത്തെ മാതിരി ഓപ്പൺ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാ ഫയലുകളും ഇത് 1 by 1 ആയിട്ട് ഓപ്പൺ ചെയ്തിട്ട് എന്താണോ ചേഞ്ച് നമ്മൾ കൊടുത്തത് ആ ചേഞ്ച് ആ എക്സലിൽ എഫക്റ്റ് ആവും. കണ്ടോ, ഇതിൽ പോയിട്ട് ഞാനിപ്പം അക്കൗണ്ടിങ് എന്നുള്ള വർക്ക് ബുക്ക് എടുത്തു കഴിഞ്ഞാൽ കണ്ടോ, ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ള പാർട്ട് പോയി ഏജിന് കളറായി. അപ്പോൾ ഇതിൽ വേറൊരു ലാസ്റ്റ് സെയിൽസിലുള്ള വർക്ക് ബുക്ക് മോഡ് നമുക്ക് നോക്കാം. അതിലും ഈ ചേഞ്ച് വന്നിക്കണോ നോക്കാം. കണ്ടോ, ഇവിടെയും ആ റെസ്പെക്റ്റീവ് ചേഞ്ച് വന്ന്. അപ്പോൾ ഇതുപോലെ നമുക്ക് എന്തെങ്കിലും ഒരു ബ്രാഞ്ചുകൾ വൈസ് എങ്ങനെയെങ്കിലും സോർട്ട് ചെയ്ത് വെച്ച ഒരു ഫയൽസ് നമ്മളൊരു എക്സൽ നമ്മളെ ഒരു ഫോൾഡറിൻ്റെ അകത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിലെല്ലെണ്ണത്തിലും എന്തെങ്കിലും ഒരു റെസ്പെക്റ്റീവ് ചേഞ്ച് നമ്മൾ ഇത്രയും ഫയൽ തുറന്നു നോക്കി അതിൻ്റെ ഉള്ളിൽ എല്ലെണ്ണത്തിലും ഒരേ ചേഞ്ച് വരുത്തുന്നതിന് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്കാണ് നമ്മളിതിൽ കാണിച്ചു തന്നത്. ഈ VBAൻ്റെ കോഡിൻ്റെ അകത്ത് നമുക്ക് സ്പെസിഫിക് ഏരിയയിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതൊരു ഫോൾഡർ ഓപ്പൺ ആക്കുക, അതിൻ്റെ ഉള്ളിൽ കുറേ ചേഞ്ചസ് ചെയ്യുക, ക്ലോസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്താണ് സ്പെസിഫിക് ചേഞ്ച് എന്ന് പറയുന്നത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്ന കോഡിൻ്റെ അകത്ത് ഈ ഒരു ഏരിയ ഉണ്ടാവും. ഈ ഒരു ഏരിയയിൽ ഞാൻ തരുന്നതിലുള്ള കോഡ് നിങ്ങൾക്ക് എന്ത് സ്റ്റൈലിൽ വേണമെങ്കിലും നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്യാം. റീപ്ലേസ് ചെയ്യുമ്പോൾ നിങ്ങൾ മാക്രോ റെക്കോർഡ് ചെയ്തിട്ട് മാക്രോൻ്റെ കോഡ് ഇതിലേക്ക് പേസ്റ്റ് ചെയ്തതിന് ശേഷം റൺ ചെയ്താൽ മതി. റിപ്പീറ്റേറ്റീവ് ടാസ്ക് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത് വളരെ എളുപ്പമായിരിക്കും. എല്ലാവരും ഈ കോഡ് ട്രൈ ചെയ്യുക. താങ്ക്